മലപ്പുറം പരപ്പനങ്ങാടിയിൽ പ്രതിയെ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടെ സിഐക്ക് കുത്തേറ്റു. സിഐ സ്റ്റെപ്റ്റോ ജോണിനാണ് ഇടത് കൈക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ഇദ്ദേഹം കോട്ടക്കൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പരപ്പനങ്ങാടി കുപ്പിവളവിൽ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ ആളെ അന്വയിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് പോലീസിന് നേരെയുള്ള ആക്രമണം. CB അനുമോദ് ചേരുന്നു വിവരങ്ങളുമായി. അനുമോദ്, ഇതെപ്പോഴായിരുന്നു സംഭവം? ഈ പരിക്കേറ്റ സിഐയുടെ നില ഇപ്പോൾ എങ്ങനെയാണ്? പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്നലെ രാത്രിയാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടന്നത്. പരപ്പനങ്ങാടി സ്വദേശി സജേഷ് എന്ന യുവാവാണ് ഈ ഒരു അക്രമം നടത്തിയത്. ഇയാള് നാട്ടുകാർക്ക് പ്രശ്നമുണ്ടാക്കുന്ന തരത്തിൽ പെരുമാറുന്നതെന്ന വിവരം കിട്ടിയാണ് പോലീസ് അവിടെ എത്തിയത്. ബലപ്രയോഗത്തിലൂടെ ഇയാളെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കുപ്പി പൊട്ടിച്ച് ഇയാൾ പോലീസിനെ ആക്രമിക്കുകയായിരുന്നു. CI സ്റ്റെപ്റ്റോ ജോണിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇദ്ദേഹത്തിന്റെ ഇടത് കൈക്കാണ് ആഴത്തിൽ മുറിവേറ്റത്. അദ്ദേഹം നിലവിൽ കോട്ടക്കൽ സ്വകാര്യ ആശുപത്രി ചികിത്സയിലാണ്. ഈ അക്രമം നടത്തിയ വ്യക്തി, സജീഷ് എന്ന വ്യക്തി, അതിനുശേഷം ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇയാൾക്കും പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ ഇയാളെ കണ്ടെത്താൻ ഉള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ആശുപത്രി കേന്ദ്രീകരിച്ചൊക്കെ പോലീസിന് അന്വേഷണം നടത്തുന്നുണ്ട്. ഇയാൾ മാനസിക വൈകല്യമുള്ള അല്ലെങ്കിൽ മാനസിക പ്രശ്നമുള്ള ഒരു വ്യക്തിയാണെന്ന സൂചനയും പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നുണ്ട്. അനുമോദ്, ഇങ്ങനെ ഈ മാനസിക പ്രശ്നമുള്ള വ്യക്തിയാണ്, അത് പോലീസിന് അറിവുണ്ടായിരുന്നു. ഇയാൾ ഇങ്ങനെ ഒരു ആക്രമണം നടത്തുമെന്ന് പോലീസ് കരുതിയതാണോ, അതോ പെട്ടെന്നുള്ളൊരു പ്രകോപനത്തിൽ അല്ലെങ്കിൽ പോലീസ് പിടികൂടാൻ എത്തുന്നത് കണ്ട് അപ്രതീക്ഷിതമായി നടത്തിയൊരു ആക്രമണമാണോ ഇത്? ഇയാള് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാവുന്ന തോതിൽ അവിടെ പ്രശ്നമുണ്ടാക്കുന്നു. കുപ്പിവളവ് എന്ന സ്ഥലത്ത്, പരപ്പനങ്ങാടി കുപ്പിവളവ് എന്ന സ്ഥലത്ത് അങ്ങനെ ഒരു സംഘർഷം സാധ്യത ഇയാൾ ഉണ്ടാക്കുന്നു എന്നൊരു വിവരമാണ് പോലീസിന് ലഭിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അവിടെ ചെല്ലുന്നത്. ചെല്ലുമ്പോൾ കാണുന്നത് ഇയാൾ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിൽ തന്നെയാണ്. തുടർന്നാണ് പോലീസ് ഇയാളെ ബലം പ്രയോഗിച്ച് കസ്റ്റഡി എടുക്കാൻ ശ്രമിച്ചതും അവിടെ വെച്ച് ഈ പോലീസ് ഉദ്യോഗസ്ഥനെ പരിക്കേറ്റതും യാദൃശ്ചിക, അതായത് മുൻകൂട്ടി ഉദ്ദേശിച്ച അക്രമമല്ല. ഇയാൾ അത്തരത്തിൽ പെരുമാറുന്നതിനിടെ ഈ പോലീസിന് സംഭവിച്ച ഒരു മുറിവായിട്ടാണ് ഇതിനെ കാണുന്നത്. എന്നാണെങ്കിലും ഇയാളുടെ ചരിത്രം, കേസ് ഹിസ്റ്ററി പരിശോധിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇയാൾ ഇപ്പോൾ എവിടെയാണെന്നുള്ളത് കണ്ടെത്തുകയാണ് പോലീസിന് മുമ്പിൽ ആദ്യത്തെ വെല്ലുവിളി. അതിനുവേണ്ടി പോലീസ് CCTV ദൃശ്യങ്ങളും അതുപോലെ ആശുപത്രികളും ഒക്കെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത്. അനുമോദ്, അതാണ് ഈ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. കാരണം നമുക്കറിയാം, ഈ പോലീസുകാരുടെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാരുടെ ജീവിതം, അവരുടെ സുരക്ഷ എത്രത്തോളം വെല്ലുവിളി നൽകുന്നതായിരിക്കുമെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇന്നലെയും സമാനമായ രീതിയിൽ തൃശ്ശൂർ മണ്ണുത്തിയിൽ പോലീസിന് നേരെ ഒരു ക്രിമിനൽ സംഘങ്ങളുടെ ആക്രമണമുണ്ടായി. അതും പോലീസ് പിടികൂടാനെത്തിയപ്പോഴാണ്. ഇങ്ങനെ പോലീസിനെ പോലും ഭയപ്പെടാത്ത രീതിയിലേക്ക് ക്രിമിനൽ സംഘങ്ങൾ മാറുന്നു. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം കൊല്ലം കൊട്ടാരക്കരയിൽ കണ്ട കാഴ്ച ഭീതിപ്പെടുത്തുന്നതായിരുന്നു. കാരണം പട്ടാപ്പകൽ നമ്മുടെ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഗുണ്ടാ സംഘങ്ങളുടെ തേർവാഴ്ച കണ്ടു. ഒരു ഗുണ്ടാ നേതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സാഹചര്യം കാഴ്ച കണ്ടു. ആ ദൃശ്യങ്ങൾ പോലും അത്രയധികം പേടിപ്പെടുത്തുന്നതായിരുന്നു. അത്തരമൊരു സാഹചര്യം, ഒരു ക്രിമിനൽ സംഘങ്ങൾ വലിയ ശക്തിപ്പെടുന്ന ഒരു രീതിയിലേക്ക് മലപ്പുറം മാറുന്നുണ്ടോ, അതോ പോലീസ് ഈ ഗുണ്ടകളെയും ക്രിമിനൽ സംഘങ്ങളെയും അമർച്ച ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ? മറ്റ് ജില്ലകളെ പോലെ മലപ്പുറത്ത് ഗുണ്ടാവാഴ്ചയുണ്ട് എന്നൊന്നും പോലീസ് സമ്മതിക്കുന്നില്ല. പോലീസ് അങ്ങനെ പറയുന്നുമില്ല. ഇത് അങ്ങനെ ഒരു ഗുണ്ടാവാഴ്ചയായിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലൊരു മറ്റു ജില്ലകളിൽ ഉണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് പറയാവുന്നതുമല്ല. ഇത് ഈ പറയപ്പെട്ട വ്യക്തി മുൻപ് അക്രമങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ, അയാൾക്കെതിരെ കേസുണ്ടോ എന്ന് പോലും പോലീസിന് വ്യക്തമായിട്ട് അറിയില്ല. ഇയാള് മാനസിക ബുദ്ധിമുട്ടുള്ള നേരിടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ആ തരത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന തരത്തിൽ അവിടെ ബഹളം വയ്ക്കുകയും പെരുമാറുകയും ചെയ്തപ്പോഴാണ് പോലീസ് അയാളെ വിളിക്കുന്നത്. ഒരു ഗുണ്ടകൾ ഇടപെടുന്ന പോലെ ഒരു പ്രവൃത്തിയായിട്ട് ഇതിനെ കാണാൻ കഴിയില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ. ഇത് മറ്റൊരു സാഹചര്യമാണ്. ഒരിക്കലും ഒരു പ്ലാൻ ചെയ്ത് അക്രമമോ പോലീസിനെ വിളിച്ചു വരുത്തി ആക്രമിക്കുകയോ അങ്ങനെ ഒരു ആക്രമിക്കണമെന്നോ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഉദ്ദേശത്താൽ അക്രമം നടത്താനും ആയുധം കയ്യിൽ വെച്ച് നടക്കുന്ന സാഹചര്യമൊന്നുമല്ല ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇത് അത്തരത്തിൽ ഒരു മാനസിക ബുദ്ധിമുട്ട് നേരിടുന്ന ആൾ ആ സമയത്ത് സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്ത ഒരു സംഭവമായിട്ടാണ് ഇതിനെ കാണേണ്ടതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാണെങ്കിലും ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് പെട്ടെന്നുള്ളൊരു അക്രമം ആയതുകൊണ്ടായിരിക്കാം ഇത് പ്രതിരോധിക്കാൻ കഴിയാതെ പോയത്. ഇതിനു മുമ്പ് ഇയാളെ പിടികൂടിയാൽ മാത്രമേ ഇനി സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇയാൾ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോ, ഇയാളൊരു ഹിസ്റ്ററി എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അറിയാൻ കഴിയുകയുള്ളൂ കേട്ടോ.
എസ്, വ്യക്തമാണ്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്താണ് പ്രതിയെ പിടികൂടാനെത്തിയപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന് നേരെ ആക്രമണം ഉണ്ടായത്. സിയുടെ കൈക്ക് പ്രതി കുത്തുകയായിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.